കോൺഗ്രസിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നു. അതിപ്പോൾ നമ്മളാരും ചെയ്യുന്നതല്ലല്ലോ. ഒരു കാര്യം, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ ഒന്ന് മത്സരിക്കുന്നു. നമ്മൾ ഇന്ത്യയിൽ BJPക്കെതിരായ പോരാട്ടത്തിൽ കേരളത്തിൽ UDFും LDFും മത്സരിക്കേണ്ടി വരും എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ അതേസമയത്ത് രാഹുൽ ഗാന്ധി ഒരു BJPയുടെ മണ്ഡലത്തിൽ പോയി മത്സരിച്ച് ജയിക്കുകയായിരുന്നെങ്കിൽ ഒരു BJPക്കാരനെ പരാജയപ്പെടുത്തി അദ്ദേഹത്തിന് അവിടെ വരുന്നതും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു പാർട്ടിക്കെതിരെ മത്സരിച്ച് അദ്ദേഹം ജയിക്കുന്നതും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരനോട് മത്സരിക്കുന്ന ആൾ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് മത്സരിക്കേണ്ടി വരുന്നത് മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെ കോൺഗ്രസ് കാണിക്കുന്ന ഒരു തരത്തിലുള്ള ഈ BJPയോടുള്ള എതിർപ്പിൻ്റെ സീരിയസ്നെസ് നഷ്ടപ്പെടുന്നതാണ്. ഇപ്പോൾ അവിടെ KC വേണുഗോപാൽ മത്സരിക്കുന്നു. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ മെമ്പറാണ്. 2.5 കൊല്ലം ബാക്കി നിൽക്കുകയാണ് അദ്ദേഹത്തിന്. 4 സീറ്റിൻ്റെ വ്യത്യാസം മാത്രമേ രാജ്യസഭയിലുള്ളൂ. അപ്പോൾ ഇപ്പോൾ അവിടെ കോൺഗ്രസ് ജയിച്ചു എന്ന് വിചാരിക്കാം. ജയിച്ചാൽ അവിടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ രാജ്യസഭയിൽ കോൺഗ്രസ് BJPക്കുള്ള കുറവ് പരിഹരിച്ചു കൊടുക്കലാണല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവരുടെ ദേശീയ നേതൃത്വം ചെയ്യുന്നത് പറ്റിയാണ് ഞാൻ പറയുന്നത്. അവരുടെ ഈ പൊളിറ്റിക്കൽ ഫോക്കസ് എന്ന് പറയുന്നത് പലപ്പോഴും അവർ പുറത്തു പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇപ്പം പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം, ആ പ്രശ്നത്തിൽ അവർ മൗനം അവലംബിക്കുന്നത് മിണ്ടുന്നില്ല. ഇതെല്ലാം ഈ മതേതരത്വത്തെപ്പറ്റി ചിന്തിക്കുന്ന ആളുകൾക്കിടയിൽ കോൺഗ്രസിനോടുള്ള ക്രെഡിബിലിറ്റി പോകുന്നതാണ്. അപ്പോൾ അവർക്ക് അവരുടെ ക്രെഡിബിലിറ്റിയും വിശ്വാസ്യതയും നഷ്ടപ്പെട്ടു പോകുന്നതിൽ നമ്മളത് സന്തോഷിച്ച് പറയുന്നതല്ല, വസ്തുതയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിൽ ഇന്ത്യ നേരിടുന്ന മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ റിലയബിളായിട്ടുള്ള ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ലെഫ്റ്റാണ്. ലെഫ്റ്റ് ഒരിക്കലും ഡീവിയേറ്റ് ചെയ്യില്ല അവരുടെ നിലപാടിൽ നിന്ന്. അവർ ഉറച്ചു നിൽക്കും. അവർ ഏതെങ്കിലും തരത്തിൽ പ്രലോഭനങ്ങൾക്ക് അടിപ്പെട്ട് കൂറുമാറില്ല. ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ കോൺഗ്രസിന് അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല. 100 കണക്കിന് ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ ക്രെഡിബിലിറ്റിയുടെ നഷ്ടത്തെ സംബന്ധിച്ച് പറയാൻ പറ്റും. അപ്പം അവരുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാവുന്നതിൻ്റെ സന്തോഷമല്ല ഞാൻ പറഞ്ഞത്, ഒരു വസ്തുത പറഞ്ഞാണ്.